وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله مولانا العلي العظيم. يسر سكرات الليا تميت دين المنجيا يا من يقيا هابيا قيني دواما يا الله يا من داني ضاميا ستين تمت صليا يوما تجل المنجيا آمين سلم يا الله. മൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരല്ല ഈനവനാട്ടുവാൻ മദിരിങ്ങളാൽ തുടറപ്പന. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ അധ്യക്ഷ, അതേപോലെ ഈ സ്റ്റേജിലുള്ള ഉമറാക്കൾ, അളന്നൂര് ശാഖ, SKSSF-ന്റെയും SYS-ന്റെയും സമസ്തയുടെയും കർമ്മോത്സകരായ പ്രവർത്തകർ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മപന്നന്മാർ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ തൃപ്തിപ്പെട്ട സംഗമമായി മാറ്റുമാറാവട്ടെ. നാം പറയുന്ന ഓരോന്നിന്റെ മിസ്ല സവാബും അള്ളാഹു നമ്മിൽ നിന്നും മരിച്ചു പോയവരുടെ ഹദറത്തിലേക്ക് എത്തിക്കാറാവട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ചതിന്റെ തിക്തഫലം എന്നോളം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷമീർ ഖാൻ ഉസ്താദിന്റെ പ്രഭാഷണമാണ്. അതിൻ്റെ ഇടയിൽ ഒരു പ്രഭാഷണത്തിന്റെ പ്രസക്തി ഇല്ല എന്നെനിക്കറിയാം. വളന്നൂര് ശാഖ SKSSF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആദ്യം വിളിച്ചപ്പോ, ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആദ്യം വിളിച്ചപ്പോ ഞാൻ ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറിയത്. എന്നിരുന്നാലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനും നിങ്ങളോട് സമസ്തയെക്കുറിച്ച് പറയാനും എനിക്ക് അവസരം തന്ന അല്ലാഹുവിനെ ഒരായിരം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എളന്നൂര് പറയുമ്പോൾ പെരിയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കേട്ട പേര് എളന്നൂര് എന്ന് പറഞ്ഞാൽ, ഞാൻ കോളേജിൽ നിന്ന് ജാമിയ നൂരിയിൽ നിന്ന് ഇറങ്ങി ഖതീബിന്റെ പോസ്റ്റ് അന്വേഷിക്കുമ്പോ ഒരാൾ പറഞ്ഞു എളന്നൂർ ഒരു പോസ്റ്റ് ഉണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ഒരു കൂട്ടുകാരൻ. പിന്നെ അങ്ങനെ ഞാൻ വരാനൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പിന്നീടാണ് അല്ലാഹു തആല എന്റെ പ്രശ്നം കണക്കാക്കിയത്. അവിടത്തേക്ക് വന്നത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 3 വർഷത്തോളം സാധിച്ചു. അല്ലാഹു തആല ചെയ്ത പ്രവർത്തനം ആ മുഖം വല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാം ഒരു പാരാഭാരം പോലെയുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്ത കേരള ജംഇയ്യത്തിലൂടെ നീലാകാശ നീലിമയിൽ നീന്തിത്തൊഴിക്കുന്ന നീലമാം പക്ഷികളെ പോലും നിയന്ത്രിക്കുന്ന ജഗന്യന്താവിന്റെ തത്വ സംഹിതകളെ പാമര ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കാലത്തിന്റെ കാലച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ കാന്തദർശികളായ പണ്ഡിത മഹത്തുക്കൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
ഏത് കൊടുങ്കാറ്റിലും ആടാതെ ഉലയാതെ സമസ്ത എന്താണോ പറയുന്നത്, സമസ്തയുടെ അനിമീങ്ങൾ എന്താണോ പറയുന്നത് അത് ശിരസ വഹിച്ച് ഒരു അനുസരണമുള്ള അണികളായി നിൽക്കാൻ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് സമസ്ത? എന്തിനാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം കേരളക്കരയിൽ ഉടലെടുത്തത്? ആരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തത്? റസൂലുള്ളയും സ്വഹാബത്തും കാണിച്ചു തരാത്ത ഒരു മാതൃകയായിട്ട് എന്തിനായി ഇങ്ങനെ ഒരു സംഘടന തമ്മിൽ തല്ലാനുള്ളതാണോ? അല്ലെങ്കിൽ സ്വന്തം ഉസ്താദിനെ അംഗീകരിക്കാൻ കഴിയാതെ അധികാരത്തിന്റെ അതിമോഹം കൊണ്ട് കസേരകൾ വലിച്ചിട്ട് കിട്ടിയതാണോ സമസ്ത? നാം ചിന്തിക്കേണ്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ, മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം, ഒരു സത്യമുണ്ട്. നാടുകളിലൊക്കെ കാണുന്ന ഫ്ലക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചതായ ഒരു സത്യം, ആദർശ വിശുദ്ധിയുടെ 90-ാം ആണ്ട് ആഘോഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് 90 വർഷത്തെ ആദർശം പറയുമ്പോ പറയാനുള്ളത്, കേരളക്കരയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് കടന്നു വന്ന സച്ചരിതരായ സ്വഹാബത്ത് മാലിക് ബിൻ ദീനാറും കൂട്ടരും പറഞ്ഞു തന്ന 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പറയാനുള്ളത് എങ്കിൽ, സംഘടനാപരമായിട്ട് 90 വർഷത്തെ അവകാശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ അവകാശപ്പെടുന്നത് എങ്കിൽ, എന്താണ് സമസ്തയ്ക്ക് ഇത്രയും അവകാശപ്പെടാനുള്ളത് എന്ന് ചോദിച്ചാൽ, സമസ്തയുടെ ചരിത്രം പരിശോധിക്കുമ്പോ, സമസ്തയുടെ താളുകൾ പരിശോധിച്ചു നോക്കുമ്പോ, സമസ്ത 90 വർഷങ്ങളിൽ എടുത്ത ഓരോ തീരുമാനങ്ങളും നിങ്ങൾ പരിശോധിക്കുക. ഇന്നേ വരെ സമസ്തക്കത് മാറ്റത്തിരുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇന്നേ വരെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞങ്ങളാണ് പരിശുദ്ധമായ ദീനിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൗഹീദിലാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചു പോകുന്ന ഒരു സമുദായമുണ്ടായി. ആ സമുദായത്തിലേക്കാണ് മലബാർ ലഹളയിൽ ജീവിതം ഭയന്നിട്ട് മരിക്കുമെന്ന് പേടിച്ചിട്ട് കേരളത്തിൽ നിന്ന് ചില വിഭാഗങ്ങൾ ഓടിപ്പോകുകയും അവർ പിന്നീട് കേരളത്തിലേക്ക് കടന്നു വന്നത് നവീനവാദങ്ങളുമായിട്ട്, പുത്തൻ വാദങ്ങളുമായിട്ട് കടന്നു വന്നു. അതിനു മുമ്പ് ഇവിടെ മഹാനായ മമ്പുറം തങ്ങളെ അംഗീകരിച്ച ഒരു സമുദായമായിരുന്നു. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ അംഗീകരിച്ച സമുദായമായിരുന്നു. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും അംഗീകരിച്ച ഒരു സമുദായത്തിലേക്ക് കടന്നു വന്നത് ബിദ്അത്തിന്റെ വിഷവിത്ത് പാകിയപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ, അന്ന് ഏറ്റവും വലിയ മഹാനായ സാഹിബുൽ കറാമ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിച്ചു. എത്രയിലാണ്? 1925 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സാത്വികരായ, ആരിഫീങ്ങളായ, സൂഫികളായ, സൂക്ഷ്മ ജീവിതത്തിന്റെ പര്യായമായ പണ്ഡിത മഹത്തുക്കൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, നമ്മുടെ നാടുകളിൽ ബിദ്അത്ത് കടന്നു വരികയാ. ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അനിസ്ലാമികമാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് തങ്ങളെ ഇണ്ടാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കുണ്ട്, ഇദാ ലഹറത്തുൽ ബിദ്അു വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നവീനവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത്, ഇവിടെ ബിദ്അത്ത് പുറപ്പെടുന്നതായ സമയത്ത് കാര്യശേഷിയുള്ളതായ പണ്ഡിതന്മാർ അവർ മൗനം പാലിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട സമയമല്ല. സംഘടിതമായിട്ട് ബിദ്അത്തിനെ എതിർക്കാൻ, സംഘടിതമായിട്ട് ബിദ്അത്തിന്റെ പൊള്ളത്തരങ്ങളെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം തയ്യാറാകേണ്ട സമയമാണ് തങ്ങളെ എന്ന് പറഞ്ഞപ്പോഴാണ് റാമത്തിന്റെ ഉടമയായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ഖബ്ബറല്ലാഹു മർക്കദ, അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തിലാക്കുമാറാവട്ടെ. മഹാനവരുകളുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് സമസ്തയുണ്ടായത്? ബിദ്അത്തിനെ പ്രതിരോധിക്കാനാണ്. അത് ഏത് മുഖത്തിൽ വന്നാലും ബിദ്അത്താണ് എങ്കിൽ അതിന്റെ മുഖം നോക്കാതെ പറയാൻ സമസ്തയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. പൂർവീകന്മാരായ മഹത്കളായ പണ്ഡിതന്മാരായ ആരിഫീങ്ങൾ തുടങ്ങി വെച്ചതാണ്. ആ ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുണ്ടാക്കിയ സമസ്ത. ആരാണ് അതിന് അന്ന് നേതൃത്വം കൊടുത്തത്? മഹാനായ ഒരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ. അന്ന് ബഅലവി തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. വാനിലേക്ക് കരങ്ങളെ ഉയർത്തി സ്വാത്വികരായ പണ്ഡിതന്മാർ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സമസ്തയുടെ പതാക പിടിച്ചിട്ട് മഹാനായ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ ഈ പതാക നീ മഹ്ദി ഇമാമിന്റെ കയ്യിലെത്തിക്കണേ എന്ന് മഹാനായ തങ്ങൾ പ്രാർത്ഥിച്ചു എങ്കിൽ ഒരു സംശയവും വേണ്ട, തങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് പറയുന്നത് വെറും ഒരു ആലങ്കാരിക പദമായിട്ടല്ല. നമുക്കറിയാമല്ലോ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ റാമത്തിന്റെ കനക കൊട്ടാരം തീർത്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരായിരുന്നു? നാം നിൽക്കുന്ന പ്രസ്ഥാനം ഏതാണ്, നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ ആ സമസ്ത രൂപീകരിച്ചത്. ആരാണ് സമസ്തയ്ക്ക് നേതൃത്വം കൊടുത്തത്? അതിന്റെ നേതൃനിരയിൽ നിൽക്കുന്നതാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സയ്യിദാണ്, ആരിഫാണ്, വലിയാണ്. സയ്യിദ് എന്ന് പറയുമ്പോ നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്. എന്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്, തങ്ങന്മാരെന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ പ്രത്യേകത എന്നറിയുമോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തിലേക്ക് 950 വർഷക്കാലം തന്റെ ജനതയെ ക്ഷണിച്ചിട്ട് ചെവികൊള്ളാതെ പോയപ്പോ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ധിക്കാരികളായ ജനങ്ങളെ നശിപ്പിക്കാൻ വെള്ളപ്പൊക്കം അല്ലാഹു തആല അവിടെ നൽകിയപ്പോ സത്യവിശ്വാസികളായ ആളുകളെയും മൃഗങ്ങളെയും രക്ഷപ്പെടുത്താൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്, നൂഹേ കപ്പലുണ്ടാക്കണം നൂഹേ എന്ന് പറഞ്ഞിട്ട് ആ കപ്പൽ നിർമ്മിച്ചു. എങ്കിൽ ആ കപ്പലിൽ കയറിയ സത്യവിശ്വാസികൾ രക്ഷപ്പെട്ടു എങ്കിൽ അവസാന കാലഘട്ടത്ത് ബിദ്അത്ത് കടന്നു വരുമ്പോ, നവീനവാദങ്ങൾ കടന്നു വരുമ്പോ, പുത്തനാശയക്കാർ വരുമ്പോ, പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പണത്തിന്റെ പണവളപ്പിൽ വേഷധാരികളായിട്ട് പലരും കടന്നു വരുമ്പോ ഏതാണ് ഹക്കെന്ന് തിരിച്ചറിയാൻ, ഏതാണ് സത്യമാർഗമെന്ന് തിരിച്ചറിയാൻ, എവിടെയാണ് കയറേണ്ടതെന്നറിയാൻ, ആരുടെ കയ്യാണ് പിടിക്കേണ്ടതെന്നറിയാൻ അല്ലാഹുവിന്റെ റസൂൽ മുമ്പേ പറഞ്ഞു തന്നത് അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്. എന്റെ കുടുംബമെന്ന് പറയുന്നത്, സയ്യിദന്മാരെന്ന് പറയുന്നത് നൂഹ് നബിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബിന്റെ കപ്പൽ പോലെയാണ് എങ്കിൽ മഹത്തായ സമസ്ത എന്ന് പറയുന്ന കപ്പലിന്റെ കപ്പിത്താൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. റബ്ബേ, മരിക്കുന്നത് വരെ അതിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മഹാനായ തങ്ങളാരാണ്? ആർത്തിരമ്പുന്ന അലമാലകളോട് പോലും അലമാലകളെ ചൂണ്ടിയിട്ട് അടങ്ങണമെന്ന് പറഞ്ഞപ്പോ
തന്റെ നാവിലൂടെ വന്നതായ വാക്കിന് ഒരു അനുസരണമുള്ള കുട്ടിയെ പോലെ ആ അലമാലകൾ അലയിട്ടടിക്കുന്ന അലമാലകൾക്ക് പോലും ശാന്തത ലഭിച്ചു എങ്കിൽ നമുക്കറിയില്ലേ, കടലിൽ ഇറങ്ങിയിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി കടലിലിറങ്ങി മീൻ പിടിക്കുന്ന മുക്കുവന്മാർ കടൽക്ഷോഭമുണ്ടായ സമയത്ത് കുറച്ച് ദിവസം കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാതെ വന്നപ്പോ, കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വന്നപ്പോ മുക്കവന്മാർ പ്രയാസത്തിന്റെ ഭാണ്ഡവുമായിട്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിച്ചപ്പോ എന്നിട്ട് പറയുന്നു, തങ്ങളെ ഞങ്ങൾ പ്രയാസത്തിലാ തങ്ങളെ, ഞങ്ങൾ പട്ടിണിയിലാ തങ്ങളെ, ഞങ്ങളെ എങ്ങാലും ഇന്ന് കടലിലിറങ്ങിയില്ല എങ്കിൽ ഞങ്ങളുടെ കുടുംബം പട്ടിണി കൊണ്ട് മരിക്കും തങ്ങളെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ അവരുകൾ അവിടെ തന്റെ കൈ കൊണ്ട് ഒരു എഴുത്ത് എഴുതുകയാണ്. ഒരു കടലാസ് എടുത്തിട്ട് ഒരു എഴുത്ത് എഴുതുന്നു. എന്നിട്ട് കടന്നു വന്നതായ മുക്കവന്മാരോട് പറയുന്നു, ഈ കടലാസ് കൊണ്ടുപോയിട്ട് അലയിട്ടടിക്കുന്ന അലമാലകളുടെ മുന്നിൽ നിന്നിട്ട്, അറബിക്കടലിന്റെ മുന്നിൽ നിന്നിട്ട് പറയണം, ഇത് അബ്ദുറഹ്മാൻ ബാഅലവി തന്നതാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എറിയണമെന്ന് മഹാനായ സമസ്തയുടെ നായകൻ അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ തങ്ങൾ പറഞ്ഞപ്പോ അവിടുന്നതാ അവർ ആവേശത്തോടു കൂടെ ആ എഴുത്ത് എടുത്തിട്ട് പോകുന്നു. അലമാലകളുടെ മുമ്പിൽ പോയിട്ട് അലമാലകളോട് വിളിച്ചു പറയുന്നു, ഇത് ബാഅലവി തങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ബിസ്മിയും ചൊല്ലിയിട്ട് എറിയുമ്പോ കടല് ശാന്തമാകുന്നു. മുക്കവന്മാർ കടലിലിറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ഒരു സ്വപ്നജീവി പറഞ്ഞ കഥയല്ല, ഇത് നമ്മുടെ മഹാന്മാരായ ഔലിയാക്കള്, സമസ്തക്ക് നേതൃത്വം കൊടുത്ത മഹാനായ ബാഅലവി തങ്ങള്, ആ തങ്ങളുടെ കറാമത്താണ് എങ്കിൽ ആ തങ്ങളാണ് പ്രാർത്ഥിച്ചത്, റബ്ബേ സമസ്തയുടെ പതാക മഹ്ദി ഇമാമിന്റെ കയ്യിലെത്തിക്കണേ എന്ന് ആ തങ്ങൾ പ്രാർത്ഥിച്ചാല് എന്റെ ഏളന്നൂരുള്ള പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരെ, നാം നിൽക്കുന്ന പാത ഹക്കാണ്, നാം നിൽക്കുന്ന പാത ഹക്കാണ്. ഇനിയും നമുക്ക് ചരിത്രം പരിശോധിക്കാം. നമ്മുടെ നേതൃത്വം ആരാണെന്ന് പരിശോധിച്ചാൽ ആരാണ് നമുക്ക് കാണുന്നതെന്നറിയുമോ? 1926 കാലഘട്ടങ്ങളിൽ, 25-26 കാലഘട്ടങ്ങളിൽ മഹാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ, ആ പ്രാർത്ഥനക്ക് വാനലോകത്തേക്ക് കൈയുയർത്താൻ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരനായ 26 വയസ്സുകാരനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അത് ആരാണെന്നറിയുമോ? ശംസുൽ ഉലമയുടെ ഉസ്താദാ, നിഷ്കളങ്കതയുടെ നിറകുടമാ, ജീവിതത്തിൽ കറാഹത്ത് പോലും കാണിക്കാതെ, കറാഹത്ത് പോലും ചെയ്യാതെ മഹാന. ആരാണെന്നറിയുമോ? റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അല്ലാഹു മർക്കദ. ആ സദസ്സിൽ വെച്ച് ആമീൻ പറഞ്ഞ മഹാന. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആർക്കെങ്കിലും മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചിട്ട്, ഹയാത്ത് കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഉപ്പുംചാക്കാണെന്ന് പറഞ്ഞവരുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് അത്തുംബിത്താണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ കാലം അവരെ കൊണ്ട് തിരുത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, സമസ്തക്ക് ആദർശോരാ എന്ന് ആരെങ്കിലും പറയുന്നത് എങ്കിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇനി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആദർശ കുറഞ്ഞവരാണെന്ന് പറയാൻ ആർക്കെങ്കിലും ഒന്ന് സാധിക്കുമോ? എന്തുകൊണ്ട് ഇന്ന് എതിരാളികൾ പോലും പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് മഹാനാ, കണ്ണിയത്ത് ഉസ്താദ് മഹാനാണെന്ന് എതിരാളികൾ പോലും സമ്മതിച്ചു എങ്കിൽ ആരാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിഷ്കളങ്കതയുടെ നിറകുടമായിരുന്നു മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ.
മഹാനായ കണ്ണീർ ഉസ്താദിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ആരാണ് കണ്ണീർ ഉസ്താദ്? നമുക്കൊക്കെ അറിയാം. വാഴക്കാട് ഗ്രാമങ്ങളിൽ മഴ വരാതെ, മഴയില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ പ്രയാസത്തിൽപ്പെടുന്ന ആളുകൾ മഹാനായ കണ്ണീർ ഉസ്താദിനെ കാണുന്നു. മഹാനായ കണ്ണീർ ഉസ്താദിനോട് പറയുന്നു, ബഹുമാനപ്പെട്ട ഉസ്താദെ, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങളും ഞങ്ങളുടെ നാൽക്കാലി മൃഗങ്ങളൊക്കെ ദാഹിച്ചിട്ട് മരിക്കാൻ സമയമായി, അത്രയും വരൾച്ചയാണെന്ന് പറഞ്ഞപ്പോ, ഉസ്താദ് ഒന്ന് വരണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ പരിപാടി ഏറ്റെടുക്കുന്നു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ, സമസ്തയ്ക്ക് വേണ്ടി തന്നെ സിംഹഭാഗവും ഒഴിഞ്ഞുവെച്ച മഹാനായ റയീസ് മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് കടന്നു വന്നിട്ട് നാൽക്കാലി മൃഗങ്ങളെയും ആളുകളെയും ഒക്കെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ് എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി. പ്രാർത്ഥന കഴിഞ്ഞു, മഴ വരുന്നില്ല. മഴയില്ലാതെ ജനങ്ങളൊക്കെ അവിടെ കൂടി നിൽക്കുമ്പോ ആളുകളോട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊന്ന് പിരിഞ്ഞു പോകണം, നിങ്ങളൊന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ആളുകളൊക്കെ പിരിഞ്ഞു പോയി. പിന്നെ അവിടെ ബാക്കിയുള്ളത് നാൽക്കാലി മൃഗങ്ങളും കണ്ണിയത്ത് ഉസ്താദും മാത്രമാണ്. അപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് പറയുന്നത്, അല്ലാഹുവേ, ഈ കണ്ണിയത്ത് പ്രാർത്ഥിച്ചത് നിന്നെ കണ്ടിട്ടാണ് റബ്ബേ, ഈ അഹ്മദ് പ്രാർത്ഥിച്ചത് നിന്നെ കണ്ടിട്ടാണ് റബ്ബേ. തെറ്റുകൾ ചെയ്തതായ ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. എന്നെ നിന്റെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് തെറ്റുകൾ ചെയ്യാത്ത, വിശേഷ ബുദ്ധിയില്ലാത്ത നാൽക്കാലി മൃഗങ്ങളാണ് റബ്ബേ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഈ കണ്ണിയത്ത് അഹ്മദാണ്. ഈ കണ്ണിയത്ത് അഹ്മദ് അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലാഹ്. ഇനി ഈ കണ്ണിയത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ കണ്ണിയത്തിന് പൊറുക്കണമെന്ന് പറയേണ്ട താമസം മഴ വർഷിക്കുന്നു. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടാകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവർ സത്യം ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് ഇങ്ങനെയുണ്ടായത്? ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചു പോകുന്ന ഒരു സമുദായമുണ്ടായി. ആ സമുദായത്തിലേക്കാണ്